ഇപ്പത്തെ നായകൻ ആരാന്നറിയോ? ഉപ്പല്ല, ഇപ്പൊ അഭിഷാമാണോ? അല്ല, ഓനെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പൊ അത്യാവശ്യം മില്യൺ മാറ്റിയിടാ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന്റെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇവരുടെ വീഡിയോസ് കുറേ കാണുന്നുണ്ടാവും. അപ്പൊ എന്താ പറയാറ്? എന്താണത്? ക്ലിയർ ഇല്ലല്ലോ. ഈ ലൈറ്റ് ഒക്കെ വെച്ചാൽ എങ്ങനെ ക്ലിയർ ഉണ്ടാവും? എന്നോട് പറഞ്ഞിട്ട് ക്ലിയർ ഉള്ളത് വെക്കണം എന്നുള്ളത് നോക്കട്ടെ. ഇമ്മച്ചിന് മോട്ടറാക്കാതാ, ഇമ്മച്ചിന്റെ മോട്ടറാക്കി വിടുകയാണെന്ന്. ഇമ്മച്ചി മോട്ടറായിട്ട് ഇങ്ങനെ കേറി കേറി പോണുണ്ട്. ഞാൻ കേറിട്ടൊന്നുമില്ലേ? അത് വിടിയാ വിടി. അഭിഷാമിന് അങ്ങനെ ഒരു കഴിവുണ്ടോ? അടുത്ത് മോട്ടറാക്കാൻ ഫസ്റ്റത്തെ സമയം എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ എങ്ങനെ ചെയ്യുമ്പോ ഫാമിലി? എന്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. അതായത് നമ്മള് വീഡിയോ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നല്ല ഇറക്കിയത്. അപ്പൊ ഫസ്റ്റ് വീഡിയോ ഇറക്കി എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്തെടുത്തപ്പോ തന്നെ എന്റെ ഉമ്മ ആണെങ്കിലും ഇവരെ വീട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ട്. ജിനു സ്ക്രീനിൽ കണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ അങ്ങനെ ആക്ടിവിറ്റിയിലൊക്കെ ആവുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിക്കുക. ഞാൻ അങ്ങനെ ഡാൻസിനൊക്കെ കണ്ടു പറഞ്ഞാൽ വരെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. അവള് അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ എല്ലാവരോടും പറയാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് വന്ന വിമർശനമായിട്ട് വന്ന സംഭവങ്ങൾ എന്താ? അതായത് അറിയുന്ന ആളുകൾ ഇങ്ങനെ എനക്ക് എന്തിന്റെ കേടാണ്, പണിയൊന്നുമില്ലേ, നിങ്ങളെ ഈ തക്കാളി ഇതും ഇങ്ങനെ കണ്ട് കണ്ട് മടുത്തുക്കളൊന്ന് നിർത്തോ, ഫോണ് തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് തുറന്ന അവിടെ, യൂട്യൂബ് തുറന്ന അവിടെ, ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ അവിടെയും വന്ന്. ആ സമയത്തൊന്നും തോന്നിയില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യും, എന്താ ഇനിയിപ്പോ എന്താ ചെയ്യാ. കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുക. അതല്ല, ഞങ്ങൾ ഏതായാലും ഒരു ഇതിലേക്ക് ഇറങ്ങി അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ ഏത് വീഡിയോസ് ആണെങ്കിലും അച്ചടക്കം വിട്ടിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല. അതായത് മുടി കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവര് വന്നാൽ മതി, വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ലാത്ത ഒരു വീഡിയോസ് ഞങ്ങൾ ഇന്നവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നുമില്ല അല്ലേ? ഇനി ശരിക്കും നിങ്ങളുടെ വലിയൊരു ഡ്രീം എന്താ? ഇനി ഇതിലൂടെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രീം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, അത്ര തന്നെ. കിട്ടുന്ന പൈസ അടിച്ചു പൊളിക്കുക, മുന്നോട്ട് പോവുക, അതൊക്കെ തന്നെ. നിങ്ങൾ കാറ് വാങ്ങിയത് ശരിക്കും നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടിയ വരുമാനം കൊണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ കയ്യിലുള്ള എന്റെ പഴയ വണ്ടി കൊടുത്ത് അപ്പൊ അതിന്റെ കുറച്ച് പൈസ ഉണ്ട്, പിന്നെ ബാക്കി ലോണാണ്. ലോണാണ്, മാസം അത് അടമടച്ചോണ്ടിരിക്കുക. ആളുകൾ വിചാരിച്ചേ ഇവര് ഭയങ്കര എത്രയോ സംഖ്യ കിട്ടിയെന്ന്. എപ്പോഴും ലോണല്ലേ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു കപ്പിളുണ്ട്. അവരൊരു കുഞ്ഞുണ്ട് കേട്ടോ. ഇവര് ഫിൻഷ ഷഹീർ എന്നാണ് പേരെങ്കിലും ഫിനു ഷെയ്ഖ എന്ന് പറയണോ, അപ്പോഴെങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അല്ലേ? വെൽക്കം ടു ദി ഷോ. പേരെന്താ? അഭിഷാം. രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ചോദിക്കുന്നത് അല്ലേ? അഭിഷാം, എങ്ങനെ പോകുന്ന ലൈഫൊക്കെ സെറ്റ് ആണോ? അടിപൊളിയാണോ? ഓനാണ് വീഡിയോയിലെ മെയിൻ ആളാട്ടോ. ഇപ്പത്തെ നായകൻ ആരാന്നറിയോ? ഉപ്പല്ല, ഇപ്പൊ അഭിഷാമാണോ? അല്ല, ഓനെ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പൊ അത്യാവശ്യം മില്യൺ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയിലും ഏതെങ്കിലും ഒരു സൈഡിൽ ഇവനെ കൊള്ളിക്കുന്നുണ്ട്. അടിപൊളിയായി. അപ്പൊ ഫിനു ഷെയ്ഖ, അതാണ് ഷെയ്ഖ മാറിപ്പോ, ഫിനുത്താന്ന് വിളിക്കണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും ഷെയ്ഖാന്നല്ലേ വിളിക്കുന്നല്ലേ? അങ്ങനെ എല്ലാരും വിളിച്ച് കേൾക്കുമ്പോ എന്തെങ്കിലും ഒരു തോന്നാറുണ്ടോ? ഞാൻ മാത്രം വിളിച്ചെന്റെ പേര് ശരിക്കും ഷഹീർ എന്നാണ് പേര്. അത് കല്യാണം വിളിച്ചപ്പോ ഇവരെ അനിയനും ഇവരെ വീട്ടിലെല്ലാരും കളിയാക്കലേനും. ഇവര് പണിക്ക് പോയാൽ എന്നോട് ഷെയ്ക്ക് പോയോന്നാണ്. അബ്ദുള്ള ഇതോ അനിയൻ ഭയങ്കര കളിയാക്കലേനും. പക്ഷെ അത് വീഡിയോയിൽ വന്നപ്പോ ഭയങ്കര ഫേമസ് ഒക്കെ ആയപ്പോ എല്ലാരും ഷെയ്ക്കായി. അത് ആ പേര് വിളിക്കുന്നത് കേൾക്കാനും ഒരു രസമുണ്ട്. അല്ല, ഇവള് വരെ ഷെയ്ഖ തന്നെ വിളിക്കുന്നത്. ചില ആളുകള് ഷെയ്ഖ എന്ന് പറയുമ്പോ ഇവള് ഫിനു ആണ്, എന്നിട്ടും ഷെയ്ഖ എന്നാണ്. പക്ഷെ ഫിനു അത്യാവശ്യം അറിയാം. ഫിനു അങ്ങനെ വിളിക്കുന്ന ഒരു വിളിയില്ലേ, ഫിനു അല്ലേ? ശരിക്കും എന്റെ അയൽവാസികളാട്ടോ ഇവര്. ഇവിടെ കയറിയപ്പോഴും എനിക്ക് മനസ്സിലായത്. ഞങ്ങളിപ്പോഴാണ് തിരുവനന്തപുരമാണ് വീട് എന്നുള്ളത്. ഇവിടെ അടുത്താ ഞങ്ങളെ വീട് അല്ലേ? ഏകദേശം ഒരു 2 കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. വളരെ അടുത്താ. ഇനി പറയണ്ടായിരുന്നു. ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ സെയിം ആണ്. അതായത് ആളുടെ വളരെ ആയിട്ടുള്ള ഒരു ഭയങ്കര പ്രൈവസി ആയിരുന്നു. ആ പേര് തന്നെ
ആൾക്ക് പറഞ്ഞില്ലേ ഷെയ്ഖ ആള് മാത്രം വിളിക്കുന്ന വിളി. പക്ഷെ ഇപ്പൊ എല്ലാരും ഞാനും വിളിച്ച് അല്ലേ? ശരിക്കും എന്താ തോന്നുന്നേ? എന്താ തോന്നുന്ന വെച്ചാല് ഇപ്പൊ ഗേൾസ് ഒക്കെ വിളിക്കുമ്പോ കുറച്ചൊരു ഇത് തോന്നും. അങ്ങനെയല്ല, അത് ഞാൻ മാത്രം വിളിക്കുന്ന ഒരു പേര്. അപ്പൊ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ, ഓര് വിളിക്കുമ്പോ ഞാൻ വിളിക്കുന്ന പോലെ അല്ല. ഇപ്പൊ പിന്നെ എല്ലാരും വിളിച്ചപ്പോ ശീലായി. ചിലര് കയറുന്ന ഷെയ്ക്കാന്ന് പറയുന്നത് വിളിക്കുമ്പോ ഞാൻ ഇങ്ങനെ നോക്കുവേ, അതുകൊണ്ടാ. പിന്നെ എനിക്ക് ഓർമ്മ വീഡിയോ ആളെങ്ങനെ കുറച്ച് പൊസസീവ്നെസ് ഉള്ള കൂട്ടം പിന്നെ കുറച്ചധികം ഈ ഗേൾസ് കൈയിട്ട് കാണാനുള്ള ഈ ഗേൾസ് ഒക്കെ വരുമ്പോ പറയുമോ, എന്തെങ്കിലും പറയുമോ? അധികം എടുക്കണ്ട, അങ്ങനെ പറയില്ല. പറയാൻ ഞാൻ തലകത്തിരിക്കും, പിന്നെ അവസരം കൊടുക്കണ്ടല്ലോ. പോയി ഞാൻ പറയൊന്നുമില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ തലകത്തിരിക്കും. അതല്ലാതെ ഗേൾസ് വരുമ്പോ തല കത്തിരിക്കൂല. എല്ലാ ഗേൾസ് വരുമ്പോ ഒറ്റക്കാകുമ്പോ തല ഉയർത്തി അല്ലല്ലേ? വെറുതെ പറഞ്ഞതാ. എനിക്ക് തോന്നുന്നു ഒരു സമയത്ത് ഞാൻ ഒരുപാട്, കാരണം ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ ഞാൻ കുറേ നിങ്ങളുടെ റീൽസ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി കാണിച്ചത് ലൈക്ക് ഇടലുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് വീഡിയോ ദോഷങ്ങളെന്നല്ലേ, ശാപങ്ങള് കാണും പക്ഷെ ലൈക്ക് ചെയ്യില്ല. അപ്പൊ ഇനി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണുന്നതിന്റെ കൂടെ ഒരു ലൈക്കും കൂടെ ഒന്ന് ചെയ്യാം. ഞാൻ ലൈക്ക് ചെയ്യാറില്ല. അതായത് കണ്ടിങ്ങനെ ഓരോന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴേ ഇനി കാണും, അത് കണ്ട വ്യൂസ് കൂട്ടുന്നത് ഞാൻ. പിന്നെ ഞങ്ങളെ വീഡിയോ കാണുന്നത് ഒട്ടുമിക്ക ആളുകളും കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അല്ല അങ്ങനെയല്ല, അല്ല അതായത് കുറച്ച് ഏജ് ഉള്ള, അപ്പൊ അവർക്ക് ചിലപ്പോ ലൈക്ക് ചെയ്യാൻ അറിയലുണ്ടാവില്ല, ഷെയർ ചെയ്യാൻ അറിയില്ല, ഫോളോ ചെയ്യാൻ അറിയലുണ്ടാവില്ല. ഇതിങ്ങനെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ അടുത്ത തവണയും വരും. ഇവര് കാണും പക്ഷെ ഇവർക്ക് അറിയലുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ ഫോളോവേഴ്സും ഉണ്ട്. പോലത്തെ അറിഞ്ഞിട്ട് ചെയ്യാത്തവരുണ്ട്. അത് അങ്ങനെയുള്ള ആളുകളുണ്ട്. ഫോളോ ചെയ്യണം ഇങ്ങനെ നോക്കിട്ട് വേണ്ട ഇനിയിപ്പോ അടുത്തേല് ചെയ്യാന്ന് വിചാരിച്ചാണ്ട് വിടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഓക്കെ ആണ്. അതായത് ഒരുപാട് കഷ്ടപ്പെട്ട് റീൽസ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഓക്കെ ആയി. ഒരു സമയം ഇപ്പൊ നമ്മുടെ ഒരു വരുമാന മാർഗമായിട്ട് മാറി അല്ലേ? അപ്പൊ ഇപ്പൊ എന്ന് പറയുന്നത് നമുക്കൊരു സ്വീകാര്യത ഉണ്ട്, വീട്ടിലും ഉണ്ട് നാട്ടിലും എല്ലായിടത്തും ഉണ്ടാവും. ഫസ്റ്റത്തെ സമയം എങ്ങനെയായിരുന്നു? വീട്ടിലൊക്കെ എങ്ങനെ ചെയ്യുമ്പോ ഫാമിലി? എന്റെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്. അതായത് നമ്മള് വീഡിയോ ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടൊന്നല്ല ഇറക്കിയത്. അപ്പൊ ഫസ്റ്റ് വീഡിയോ ഇറക്കി എല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്തെടുത്തപ്പോ തന്നെ എന്റെ ഉമ്മയാണെങ്കിലും ഇവരെ വീട്ടുകാരാണെങ്കിലും ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇങ്ങനെ ഫിനു സ്ക്രീനിൽ കണ്ട് എന്നൊക്കെ പറയുമ്പോൾ. പൊതുവെ അങ്ങനെ ആക്ടിവിറ്റിയിലൊക്കെ ആവുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് കളിക്കുക, ഞാൻ അങ്ങനെ ഡാൻസിലൊക്കെ കണ്ടു പറഞ്ഞാൽ വരെ വീട്ടില് ഭയങ്കര സന്തോഷമാണ്. അവള് അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ എല്ലാവരോടും പറയാൻ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോ അത് പിന്നെ എന്തായാലും ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് കുറച്ചധികം വിമർശനങ്ങൾ എന്തായാലും. ഏറ്റവും കൂടുതലായിട്ട് വന്ന വിമർശനമായിട്ട് വന്ന സംഭവങ്ങൾ എന്താ? ഏറ്റവും കമന്റ് എന്താ? വിമർശിക്കുന്ന ഒരു കമന്റ്, അതായത് അറിയുന്ന ആളുകൾ ഇങ്ങനെ എനിക്ക് എന്തിന്റെ കേടാണ്, പണിക്ക് പണിയൊന്നുമില്ലേ, നിങ്ങൾ ഈ തക്കാളിയൊരു ഇതും ഇങ്ങനെ കണ്ട് മടുത്തുകളൊന്ന് നിർത്തോ. അതായത് ഫോണ് തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് തുറന്ന അവിടെ, യൂട്യൂബ് തുറന്ന അവിടെ, ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ അവിടെയും വന്ന്. അപ്പൊ അങ്ങനെ പറയുമ്പോ ആ സമയത്തൊന്നും തോന്നിയില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യും, എന്താ ഇനിയിപ്പൊ എന്താ ചെയ്യാ, പക്ഷെ ചെയ്യണോ. പക്ഷെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവാ. അതല്ല ഞങ്ങൾ ഏതായാലും ഒരു ഇതിലേക്ക് ഇറങ്ങി, അത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ അതങ്ങനെ അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോയി. ആരാ ശരിക്കും ഇങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു വരുന്നത്? തുടങ്ങാന്ന് പറഞ്ഞത് ഞാനാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞാനല്ല. എനിക്ക് അതിനുള്ള ധൈര്യം കുറച്ച് കുറവായിരുന്നു. അതായത് ഞാൻ ക്യാമറ എഡിറ്റിംഗ് അങ്ങനെയുള്ള എല്ലാ സെക്ഷനും ഞാൻ ചെയ്ത്. ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാനൊരു പബ്ലിക്കേഷൻ നടത്തുകയാണ്, സ്റ്റുഡൻസ് കെയർ പബ്ലിക്കേഷൻ. അടിപൊളി. ഇപ്പൊ ഉണ്ട്, സൈഡിലുണ്ട് അതവിടെ. അങ്ങനെയല്ല, അതവിടെ ഉണ്ട്, വേറെ ആളും ഉണ്ട്. അപ്പൊ പക്ഷെ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയതുകൊണ്ട് അതിന് കുറച്ച് പ്രൊമോഷൻ ചെയ്യണം. അത് ഇന്ന് രാവിലെ ഇപ്പൊ നക്ഷത്ര ഗോൾഡ് കഴിഞ്ഞ് അതായത് രാവിലെ ഇനോഗ്രേഷൻ, പിന്നെ ഇന്റർവ്യൂ, അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് പോവാ അല്ലേ? ഭയങ്കര ഓക്കെ. പക്ഷെ ഇതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട ആളുകൾക്ക് അറിയും. കാരണം ഇത് 1 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിലും ഇതിന് 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്രൗഡിന്റെ ഇടയിൽ എടുക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതും ബുദ്ധിമുട്ടുണ്ട്. അതെ, അതായത് നമുക്ക് നല്ല
പണിയെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെ, ആളുകൾ കാണുന്നത് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് സ്ക്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ 30 സെക്കൻഡിൽ ചിലപ്പോ ഒരു അര ദിവസത്തെ എഫേർട്ട് ഉണ്ട് അതില്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പല സ്ഥലത്തും പോയി ഷൂട്ട് ചെയ്തത് ചിലപ്പോ ഒന്നും ആവില്ല. അതായത് കുറഞ്ഞ ആളുകളെ കാണുള്ളൂ. ചിലപ്പോ ഒരു സിംഗിൾ ഷോട്ട് വെറുതെ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നത് വൈറലാവും. അങ്ങനെയാണ്. അപ്പൊ ഇതില് ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ചിലത് കയറാം, ചിലത് ശരിയാവും. ഞങ്ങളുടെ ഒരു സമയത്ത് ശരിയായി, ഇപ്പോഴും ശരിയല്ലേ? ഓക്കെയാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ശരിയാവാതെ ഇങ്ങനെ ഡെഡ് ആയി കിടക്കുമ്പോ അവിടുന്ന് നമ്മളങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു ഇതിലങ്ങനെ പോയിക്കും. അതെ 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 അതെ. ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് റീൽ ചെയ്യാൻ ആരാ ചോദിച്ചപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ ക്രോസ് ചെയ്ത് കയറി. അത് എല്ലാം എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിയായിരുന്നു? ഇല്ല, ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1-2 മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കി ഇതിന്റെ പുറകിൽ തന്നെ ആയിരുന്നു. അപ്പൊ എഡിറ്റിങ് മറ്റേ ആരായിരുന്നു ഒരു താടിച്ച, അങ്ങനെ കുറെ ആള് യൂട്യൂബ് മലയാളം, പിന്നെ അതുപോലെ തന്നെ സിജോപി അബ്രഹാം. അപ്പൊ വീഡിയോ കാണുന്നുണ്ട് ചിലപ്പോൾ അറിയാം. അപ്പൊ ഓരോക്കെ ഇങ്ങനെ എഡിറ്റിംഗ് അങ്ങനെ ചെയ്യണം എന്നുള്ള കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി പിന്നെ അങ്ങനെ പഠിച്ച. അത്ര ഇത് ഫസ്റ്റ് ഫിനുവിന്റെ അടുത്ത് പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറയുന്നത്? ഫിനു എന്താ പറഞ്ഞേ, ചെയ്യാന്നോ? അപ്പൊ തന്നെ അല്ല, എന്നോട് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പോകണം എന്നൊക്കെ പറഞ്ഞു, അക്കൗണ്ട്സ് പഠിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഇങ്ങനെ ഒരു നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് കുറെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഈ ട്രൈപോഡും സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോ പേടി. സീരിയസ് ആണ് പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ഒന്നും അല്ലാത്തോടത്തുനിന്ന് ട്രൈപോഡ് വാങ്ങി, പിന്നെ മൈക്ക് വാങ്ങി, പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങുന്ന കണ്ടപ്പോ അവൾക്ക് പേടിയായി. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്ന കണ്ടപ്പോ പിന്നെ ഇതെങ്ങനെയാന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ബ്യൂട്ടി ടിപ്സ് ആണ് ചെയ്തത്. അപ്പൊ ഇതിങ്ങനെ കംപ്ലീറ്റ് എഴുതിയിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയിട്ട് എഴുതും, എന്നിട്ട് ഡോർ അടച്ചിട്ട് ഉള്ളിൽ പോകും. ഞാൻ ഫുള്ള് സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അപ്പൊ ഇത് ഒറ്റയ്ക്ക് ചെയ്യും. ഞാൻ പറയും എവിടെ കട്ട് പോണ് കുഴപ്പമില്ല, ഞാനത് ശരിയാക്കിക്കൊണ്ടത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് അത് സെറ്റ് ആക്കിയിട്ട് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്തപ്പോ ഫസ്റ്റ് 1-2 പോയപ്പോ അഭിഷാം എന്താ ചെയ്യാല്ലേ, സെലിബ്രിറ്റി ലൈഫാണ് അല്ലേ? അല്ലേ അഭിഷാമേ? ഈ സ്കൂളിലെ ഉപ്പനും ഉമ്മനെയൊക്കെ അറിയുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? സ്കൂളിലല്ലേ? എന്താ പറയാ, അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന്റെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഇവരുടെ വീഡിയോസ് കുറെ കാണുന്നുണ്ടാവും അല്ലേ? അപ്പൊ എന്താ പറയാറ്? അപ്പൊ എന്താ തോന്നുക അങ്ങനെ പറയുമ്പോ? സന്തോഷം തോന്നല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ? ഫ്രണ്ട്സ് ഒക്കെ പറയോ, അതായത് ഞങ്ങൾ റീല് കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളി ആയിട്ടൊക്കെ പറയോ? പറയാറുണ്ടോ? ഇവന് ക്ലാസ്സിൽ അവിടെയൊക്കെ എല്ലാരും എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇവനെ ഫസ്റ്റ് വിളിക്കും. ഭയങ്കര ആക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് ഇവനൊന്നും അല്ലാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സീൻ എടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവന് സംഭവം എല്ലാം കഴിഞ്ഞ് വരുമ്പോ സെറ്റ് ആയിട്ട് ചെയ്യലുണ്ട്. ഇവനുള്ള ഞാൻ പറയില്ലേ, ഇവനുണ്ടാകുമ്പോ എല്ലാം ഒരു 1 മില്യൺ വ്യൂസ് കിട്ടലുണ്ട്. മക്കളെ കാണുമ്പോ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഇഷ്ടമാണല്ലോ അല്ലെ? ഈ പാരന്റ്സ് മീറ്റിംഗിനൊക്കെ ഇവര് വരൂലേ? സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഫിനുവാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യാറില്ല. ഞാൻ അവിടെ പോയ എന്താ സംഭവം എന്ന് പറഞ്ഞാല്, അവിടെ സ്കൂളിലെ ഒട്ടുമിക്ക ഉമ്മമാരാ വരിക. ഇതിന്റെ ഇടയിൽ ഞാൻ പോയിരുന്നിട്ട് എന്ത് കാര്യം? അതിനവിടെ വിടൂല്ല. മദ്രസയില് ഞാന്, സ്കൂളില് ഫിനു. അങ്ങനെ രണ്ട് വിധം ആക്കി വെച്ചതാ കേട്ടോ. ഈ പാരന്റ്സ് മീറ്റിംഗിന് പോകുമ്പോ വേറെ കുട്ടികളുടെ ഉമ്മമാരൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ കയറി ചെല്ലുമ്പോ ഒരു ശരിക്കും ആളുകൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി ചെല്ലുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ നിങ്ങളെ മറ്റേ വീഡിയോ ചെയ്യണല്ലേ, നിങ്ങൾ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ എന്റെ മോൻ ഇവിടെ പഠിക്കണെന്ന് അറിയാമോ, ഇവിടാണോ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഗവൺമെന്റ് സ്കൂളിലാട്ടോ പഠിക്കുന്നത്. അതെ 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 അതെ, നല്ല കാര്യം അല്ലെ? ഞാൻ പഠിച്ചതും ഗവൺമെന്റ് ആണോ? ഇപ്പത്തെ വിദ്യാഭ്യാസം ഗവൺമെന്റ് സ്കൂൾ അടിപൊളിയാടാ. പക്ഷെ എന്റെ കുട്ടീനെ ഗവൺമെന്റ് ആണോ ചേർക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വരില്ലേ സ്വാഭാവികമായിട്ട്? ആ ചോദ്യത്തിന് അല്ലേ? എന്റെ ഹസ്ബൻഡ് പഠിച്ചത് ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് ആയിരുന്നു. ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ തിരുവനന്തപുരം സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ ഞാൻ ഹസ്ബൻഡിനെ കാണും നല്ലത്. ഹസ്ബൻഡ് ഇത് കാണും, ഇത് കട്ട് ചെയ്യരുത് കേട്ടോ. ഇവിടെ മാത്രമല്ല അവിടെയും വേണം ഒരു കല്യാണം. വണ്ടിയൊക്കെ എടുത്തല്ലോ അല്ലേ? പുതിയ കാറൊക്കെ എടുത്തല്ലോ കൊറേ മുമ്പ് എടുത്തു. കുറച്ച് മുമ്പ് ഞാൻ ഏതൊരു വീഡിയോയിൽ ആയിക്കോട്ടെ. ഇനി നിന്റെ അടുത്തേക്ക് ക്വസ്റ്റ്യൻ വേണ്ടോ? ഞാൻ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചെയ്യേ. അതാണ്
പറയട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാന്ന്. അതെ. ഇപ്പം നമ്മള് ഇപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞല്ലോ ഫാൻസ് മീൻസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ആരാധികമാരെന്ന് തന്നെ അങ്ങനെയൊന്നും ഇല്ല. പറയാം. വീഡിയോ സ്വാഭാവികമായിട്ട് ഇതിന് ആരാധന എന്നൊന്നും പറയില്ല, ഇവരെ വീഡിയോ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ വലിയൊരു കാര്യമില്ലേ, കാര്യം തന്നെയാണ്. അല്ലേ? നമ്മൾ അറിയാത്ത കുറെ ആളുകൾ നമ്മൾ അറിയാം, അത് സത്യം. നമ്മളെ അടുത്തേക്ക് വരിക, അതൊക്കെ ഭയങ്കര. അതായത് ഇപ്പൊ ഏത് ഭാഗത്ത് പോയാലും നമ്മൾ അറിയുന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് ഇപ്പൊ എറണാകുളത്ത് പോയപ്പോ തന്നെ നമ്മളൊരു ഓട്ടോയിൽ കയറിയപ്പോ ഓട്ടോക്കാരന് ഞങ്ങൾ അറിയുന്ന ആളാണ്. അപ്പൊ കറക്റ്റ് സ്ഥലത്ത് നമുക്ക് ടെൻഷൻ ഇല്ല, കറക്റ്റ് അല്ലേ? പിന്നെ എന്തെങ്കിലും ചെയ്താൽ നമ്മളൊരു പേടി ഉണ്ടാവില്ലേ അവർക്ക്, ഇവരെന്തെങ്കിലും ചെയ്ത് അതെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ഇവര് ബ്ലോഗേഴ്സ് ആകുമ്പോ എന്തായാലും ഇപ്പത്തെ ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തിനും ഫോൺ എടുത്തിട്ട് കാര്യം കാണുന്ന കുറെ ബ്ലോഗേഴ്സും ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ ഫോൺ എടുത്തിട്ട് അപ്പൊ പേടിപ്പിക്കാണ് ആളെ. അതിലൊന്നും ഒരു കാര്യമില്ല അല്ലെ? എനിക്ക് തോന്നുന്നു ഫിനുവിന്റെ അതേപോലെ സൈനത്ത എന്ന് പറഞ്ഞ റോള് ഭയങ്കര കൊറേ ചെയ്യുന്നുണ്ട്. സൈനത്ത അല്ലെ? ഇന്നിപ്പോ സൈനാത്തന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് പോകുന്നത്. ഇന്നിപ്പോ ഇന്ന് 7:30 സൈനാത്തന്റെ ഒരു വീഡിയോ ഒന്ന് പോകുന്നത്. ശരിക്കും ഒരു കഥാപാത്രത്തിന് ഒരു പേരായി. എനിക്ക് തോന്നുന്നു ഫിനു കുറച്ചും കൂടി എഫേർട്ട് എടുക്കുന്ന എനിക്ക് തോന്നാറുണ്ട്. വേഷം മാറണം, ഒരുപാട് ഈ കണ്ണട വെക്കുമ്പോ കുറച്ചധികം തലവേദന വരാറുണ്ട് ഇവർക്ക്. നല്ല അതില്ല, ഞാൻ പെട്ടെന്ന് ഒരു ഷൂട്ടിന് വേണ്ടിട്ട് അവിടെ ഇത് വെച്ചതിന്റെ പിന്നെ എപ്പോഴും ഇടയില്ല, അത് കുറച്ച് താത്തിട്ടാ ഇങ്ങനെ സൈനത്ത് നോക്കുക. ഇത് വെച്ചിട്ട് ഇതിലാണ് നോക്കുക. ഇത് ശരിക്കും ആ ഒരു ക്യാരക്ടർ ഫിനു തന്നെ എടുത്തതാണോ? സൈനാത്തന്റെ ഞങ്ങള് രണ്ടാളും കൂടി ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവരാന്ന് പറഞ്ഞ അങ്ങനെ. പക്ഷെ ആള് വേഗം മാറുമല്ലേ? ആ ലുക്കും അതും ആയിക്കൊടുത്ത ആള് അതാണ് കറക്റ്റ് ലുക്ക്. അല്ല അതന്നെ, അതാണ് കറക്റ്റ് ലുക്ക്. അതിന് വലിയ മേക്കപ്പിന്റെ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് പൗഡർ ഇട്ട് സെറ്റ് ആക്കിയാല് അതാണ് ലുക്ക്. ഇതിന് മേക്കപ്പ് കൂടുതൽ ബുദ്ധിമുട്ടെന്ന്. അതെ ആണോ അല്ലേ? ആണ്. ചില ടൈമിൽ ഒരു ടീം അല്ലേ? പാവല്ലേടാ അമ്മ അല്ലേ? ഇവനിന്റെ ടീമൊന്നല്ല, ഇവനും ഓളെ ടീം തന്നെയാണ്, ഫിനുവിന്റെ ടീം തന്നെയാണ്. അതെ, ടീം അങ്ങനെ തന്നെ അല്ലെ? ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഇങ്ങനത്തെ നാടകം അങ്ങനത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ആ ഒരു കഴിവ് അതിൽ കാണാണ്ടല്ലേ? നാടകം ചെയ്തിട്ടുണ്ടോ? സർട്ടിഫിക്കറ്റ് കാണിച്ചു തരണോ? നാടകം ചെയ്തില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് കാണിച്ചു തരണോ? ഏത് നാടക ചെയ്തേ? ഞാൻ 9th 8th ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. നിന്നോട് പറഞ്ഞിട്ടുണ്ട് നാടകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ചോദിക്കും, പറയില്ല. 2015 ജനുവരി 18 ഒന്നും ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാ. 2015 ജനുവരി 18 നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോ നിങ്ങൾ വരുന്നുണ്ട് പറഞ്ഞത് 2015 ജനുവരി 18 അന്റെ ഫെബ്രുവരി 29 ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനത്തെ ചൈൽഡ് ആണ്. 4 വർഷം കൂടുമ്പോൾ കണ്ടില്ല. അൻ്റെത് ഡിസംബർ 2. അതൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ മിനിറ്റ്. ഈ ഫെബ്രുവരി 29 കുട്ടിയുടെ ബർത്ത്ഡേ നിങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം? 2 ദിവസം സെലിബ്രേറ്റ് ചെയ്യും. അതായത് അധിക ദിവസം ഫെബ്രുവരി 28 ഇന്റെ വീട്ടിൽ ചെയ്യും, മാർച്ച് 1 ഇവളെ വീട്ടിൽ ചെയ്യും. ആർക്കും പരാതിയില്ലല്ലോ. 29 ഇല്ല. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയോ ഞാൻ 29 ജനിച്ചെന്ന്? ഓന് മടിയാണ് അങ്ങനെ പറയാന്. ഈ ഫെബ്രുവരി 29 ശരിക്കും വരൂലേ? അന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് ഇവിടെ നല്ല ഇവന് സർപ്രൈസ് ആയിട്ട് ഒക്കെ ചെയ്ത് വെച്ച് സാധനങ്ങൾ ഫുള്ള് സെറ്റ് ആക്കി. ഇവനൊരു സർപ്രൈസ് ഇവങ്ങനെ വന്ന് നിൽക്കുന്ന ഉറക്കത്തില് അങ്ങനെ അത് പൊളിഞ്ഞ് ആ വീഡിയോ ഔട്ടായില്ല. ശരിക്കും ഈ 29-ാം തീയതി നമുക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോ ഭയങ്കര കൺസേൺ നമുക്ക്. ഞാൻ ആ സമയത്ത് ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ വിചാരിച്ചിന് പടച്ചോനെ ഇന്ന് പ്രസവിക്കരുതേ, ഞാൻ വിചാരിച്ചിന് പടച്ചോനെ ഇന്ന് പ്രസവിക്കരുതേ എന്ന്. പക്ഷെ കറക്റ്റ് ടൈമിൽ നോ വന്നു പ്രസവിച്ചതല്ലേ. ഇപ്പൊ എന്തൊക്കെയോ ബേബിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ നിങ്ങളായാലും ബേബി വേണമെന്ന് പറയാ അങ്ങനെ എന്തൊക്കെയോ ഇല്ലായിരുന്നു അല്ലേ? അതിപ്പോ എപ്പോ ഫോട്ടോ ഇട്ടാലും വരും. എനിക്ക് ഇവിടെ ഇതുവരെ ആരോടും പറയാത്തൊരു സംഭവമാണ്. ആദ്യമായിട്ട് ഇന്റർവ്യൂല് മാത്രം. അതായത് ഞങ്ങള് അത് എവിടെയും ഞങ്ങള് പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ആയിട്ട് പറയുന്ന മുന്നേ കുറച്ച്, അതായത് ഒരു 2-3 മാസം മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ DNC എത്ര മാസമായി? ഒക്ടോബറിൽ. അപ്പൊ അത് പ്രഗ്നന്റ് ആയത് ഇതുവരെ ഞങ്ങള് പുറത്ത് പറഞ്ഞിട്ടില്ല. പൊതുവെ ഞങ്ങള് ഭയങ്കര ഗ്രാൻഡ് ആക്കാൻ വിചാരിച്ചതാ പരിപാടിയൊക്കെ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ആക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഫസ്റ്റ് മുതലേ നമുക്ക് ഓരോരോ
പ്രശ്നങ്ങള് സ്കാൻ ചെയ്യുന്നതിലും ഒക്കെ. അപ്പൊ പ്രഗ്നൻസി ഞാൻ ഭയങ്കര എല്ലാരും ഹാപ്പി ആയിരുന്നു. വീട്ടിൽ നിന്ന് വിളമ്പോ അത് കേട്ട് അപ്പൊ തന്നെ ചട്ടിപ്പത്തിരിയൊക്കെ കൊണ്ടുവന്ന് ഫുള്ള് സെറ്റായി എന്റെ വീട്ടിൽ ഫ്രണ്ട്സുകൾ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. പക്ഷെ അത് എന്തോ അല്ലേ ഒരു ഇതിൽ ഞാൻ കണ്ടു നിങ്ങള് ഇങ്ങനെ ബേബി പ്ലാനിങ് ഉണ്ട് ചെയ്യണോ എന്നൊക്കെ പറയുന്ന. അപ്പൊ അത് ഒന്നും നമ്മളടുത്തല്ല. അതെ സത്യം അല്ലെ. മാക്സിമം നമ്മൾ അതെങ്ങനെ പറയാതിരിക്കുക. മീൻസ് നമുക്ക് ഒരു ടൈം നമുക്ക് തരും. ഇപ്പൊ മോന് ഒരു ബേബിനെ ഓൾറെഡി നമുക്ക് തന്നല്ലോ, അതേപോലെ തന്നെ അടുത്തൊരാളെ ടൈം ആകുമ്പോൾ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ബേബി വരട്ടെ കേട്ടോ. നല്ല എന്താ പറയാ, ഏത് ബേബിനെ ഇഷ്ടം, ബോയ് ഓർ ഗേൾ? ഗേള് ഞാൻ വിചാരിച്ചു ഇതെന്താ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനാണോ ഞാൻ ചോദിച്ചേ. ഗേള് മതി തന്നെ പറയുന്നു. ശ്രദ്ധിച്ചിരിക്കുന്നു ഈ ആൺകുട്ടികൾ എപ്പോഴും അവർക്ക് ഒരു അനിയം വേണമെന്നേ പറയാ. കുട്ടികൾ ഭയങ്കര ഇഷ്ടം. അവന് ഏതെങ്കിലും ഒരു കുട്ടീനെ കണ്ടാൽ ആ കാലിങ്ങനെ വെറുതെ ചെറിയ കുട്ടീനെ എടുത്തുണ്ടാവില്ലേ, അതിന്റെ കാലിങ്ങനെ പിടിച്ചോണ്ട്. ഇപ്പൊ എത്ര 8 വയസ്സല്ലേ? 10 വയസ്സായി. 5ാം ക്ലാസ്സിലല്ലേ? 5ലേക്ക് എത്തി. ഈ അടുത്ത് തന്നെ വരും. പേടിക്കാവുന്നില്ല, ഒക്കെ അവൻ നോക്കിക്കോളൂ അല്ലേ. സെറ്റ് കേട്ടോ. എന്തായാലും നല്ലൊരു വിശ്വാസത്തിലാണ് നമ്മൾ സെറ്റ് ആക്കുന്നത് അല്ലേ. ഇപ്പൊ ഉപ്പയും ശരിയാക്കി തരും. ഓക്കെ ഓക്കെ. ഇപ്പൊ നമുക്ക് പ്രൊമോഷൻസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ റീൽസ് മാറി, ഇപ്പൊ പ്രൊമോഷനിലേക്ക് മാറി. പണ്ട് കണ്ടന്റ് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടന്റ് വൈസ് പ്രൊമോഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ആളുകളിൽ നിന്ന് വരുന്ന നമ്മുടെ റീലിന്റെ ഒരു അക്സെപ്റ്റൻസ് എങ്ങനെയാ? അതായത് റീൽ കണ്ടന്റ് ചെയ്യുമ്പോഴും പ്രൊമോഷൻ ചെയ്യുമ്പോഴും ഉള്ള ഒരു അതായത് കണ്ടന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ പ്രൊമോഷൻ ആണെങ്കിലും നമ്മൾ ഏറ്റവും അവസാനത്തെ കുറച്ച് സമയമാണ് അത് പ്രൊമോഷന് വേണ്ടി മാറ്റി വെക്കുന്നത്. അല്ല ആദ്യം മുതലേ നമ്മൾ പ്രൊമോഷനായിട്ട് പറയുന്നില്ല. അപ്പൊ കണ്ടന്റ് ഉണ്ട്, ഇതൊക്കെ കണ്ടന്റ് തന്നെയാണ്. അതിന്റെ ഏറ്റവും അവസാനത്തേക്ക് ഈ അവർക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുക. അതിന്റെ കൂടെ ഞങ്ങൾക്ക് കാരണം ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും അതിന്റെ ഒരു വരുമാനം വേണ്ടേ. അപ്പോ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. ആളുകൾക്ക് ഒരു രസിപ്പിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോ പ്രൊമോഷന് അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെ. ചിലപ്പോ 50% ഓഫ്, ചിലപ്പോ നിങ്ങൾ അറിയാതെ പോകും, അല്ലെങ്കിൽ ക്ലിയറൻസ് സെയിൽ നിങ്ങൾ അറിയാതെ പോകും. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ ബ്ലോഗേഴ്സ് തന്നെയല്ലേ നിങ്ങൾ ഇതിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോ ഇന്ന് തന്നെ നക്ഷത്ര ഗോൾഡിന്റെ 21st ഉള്ള ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് 21-ാം തീയതി ജനിച്ച കുട്ടികൾക്ക്. കാരണം എന്റെ മോൻ May 21st ആണ്. ലാലേട്ടന്റെ ബർത്ത്ഡേ. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് കുറെ എന്റെ റിലേറ്റീവ്സ് അയച്ചു തന്നു മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഞാൻ അറിഞ്ഞു അതാണ് നിങ്ങൾക്ക് ഇനോഗ്രേഷൻ. എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ പെരുന്നാള് വരുമ്പോ ഇന്ന സ്ഥലത്ത് 70% ഓഫ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് പോയി നോക്കാം. ചിലപ്പോ നല്ലത് എടുക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. 70% ഒട്ടുമിക്ക പ്രൊമോഷൻസ് നമുക്കറിയാലോ, എല്ലാരും ചെയ്യുന്ന അത് തന്നെയാണ്. പക്ഷെ ഇത് ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? നിങ്ങൾ വേണം. ഞങ്ങൾ പശുവിന്റെ കടിയും വിശപ്പും മാറും. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ശരിക്കും നിങ്ങൾ ഈ പ്രൊമോഷനൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു പ്രൊമോഷൻ ആയിട്ടല്ല, നിങ്ങൾ അതിനൊരു കണ്ടന്റ് കൊടുത്ത് കണ്ടന്റിലൂടെ കാര്യം പറയാം. അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ശരിക്കും. ഇതിപ്പോ ഇന്നത്തെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് ഒരു ഡോറിന്റെതാണ്. അപ്പോ സ്റ്റീൽ ഡോർ വേറെ, അത് വേറൊരു കണ്ടന്റ് ആണ്. നമ്മളെ വാഴ സിനിമയില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തത് നമ്മളെ സ്റ്റീൽ ഡോറിന്റെതാണ്. അപ്പൊ അതിന് സൈനാത്തയാണ് വന്നിട്ടുള്ളത്. അപ്പൊ സൈനാത്ത വന്ന കാര്യങ്ങൾ പറയുന്നത് അതിന് കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളും ഏറ്റവും അവസാനത്തേക്കാണ് നമ്മൾ സ്റ്റീൽ ഡോറും കാര്യങ്ങളും പറഞ്ഞിട്ട് അവരെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ആളുകൾക്ക് രസകരമായ രീതിയിൽ ഉപകാരമുള്ള സാധനങ്ങൾ കിട്ടും. അല്ല ഞാൻ പറഞ്ഞു കാണാൻ നല്ല രസാ, പക്ഷെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയില്ലേന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊമോഷൻ വരുമ്പോ അതിലേക്ക് ആപ്റ്റ് ആവുന്ന ഒരു കണ്ടന്റ് കിട്ടണ്ടേ. ഇപ്പൊ ഇന്ന നക്ഷത്ര ഗോൾഡ് ഏതാണെങ്കിലും അതിലേക്ക് സിങ്ക് ആവുന്ന ഒരു സാധനം കിട്ടണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു കോമഡി ഇട്ടിട്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. അതിലേക്ക് സിങ്ക് ആവുന്ന തരത്തിലേക്ക് ഇത് ഇങ്ങനെ കൊണ്ടുപോകണം. എത്ര മിനിറ്റ് എടുക്കും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ? ഞാനല്ല, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫിനു. അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ഫിനുവിനാണ്. ഇപ്പോഴും ഞാനൊരു 3-4 കൊടുത്തിട്ടുണ്ട്. ഇന്നതൊക്കെ ചെയ്യാണ്ട് ഒരു എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, അതൊക്കെ. ഞാനിപ്പോ ഒരു സാധനം തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു കണ്ടന്റ് തരുമോ? ഈ ഒരു ലൈറ്റ് ഇല്ലേ, ഈ ലൈറ്റ് എനിക്ക് തരുന്ന ഒരു കണ്ടന്റ് ആട്ടോ. ഞാൻ തരുന്ന ഒരു ലൈവ് കണ്ടന്റ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഈ ലൈറ്റ് ആയിക്കോട്ടെ അല്ലേ. അതായത് ഞങ്ങളുടെ ലൈറ്റ് ഇല്ലേ, അത് ഞാനൊരു 50% ഡിസ്കൗണ്ട്, 50 വേണ്ട 90 ആയിക്കോട്ടെ, 90% ഡിസ്കൗണ്ട്
അല്ല ചില ആളുകള് ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ വിളിച്ചിട്ട് നമുക്ക് വിളിക്കും ഇങ്ങനെ ഒരു ഷോപ്പിന്റെ പരസ്യം ചെയ്യാണ്ട് എന്താണ് നിങ്ങളെ കണ്ടന്റ് അതെങ്ങനെ പറയാനാണ് ഇപ്പൊ എന്താന്ന് പോലും മര്യാദയ്ക്ക് ഷോപ്പ് കാര്യങ്ങളും പറഞ്ഞ് ഇതിനൊന്നും ഇരിക്കണം എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് എനിക്കൊന്ന് 5 മിനിറ്റ് ചെറുത് മതി, പൈസ ഒന്നും ഞാൻ തരില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അത്രയ്ക്ക് മതി. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കണ്ടന്റ് ഒരു ജസ്റ്റ് ഒന്ന് ആലോചിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം സെയിൽ ചെയ്യണം എനിക്ക്. 45 റുപ്യന്റെ ലൈറ്റ്. ഈ ലൈറ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഇത് വീഡിയോ ചെയ്യാനുള്ള ലൈറ്റ് അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ വീഡിയോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഫിനു നിൽക്കും. സൈനത്തേനല്ലോ എനിക്ക് ചെയ്തരോ? സൈനത്ത് ഒരു കുക്കിംഗ് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് നല്ലോണം അറിയാം. ഞാൻ പറയാം. അപ്പൊ എന്താണത്, ഇതെന്ത് വെളിച്ചില്ലല്ലോ, കുറച്ച് വെളിച്ചുള്ളൊക്കെ അതിന്റെ അലാക്കിലൊരു ലൈറ്റ് വേണം. ഇത് രസല്ലേടാ, വേറെ മാറ്റി വാങ്ങിക്കൊണ്ടര്. അവിടെ ആ ഷോപ്പിലില്ലേ, അവിടെ 50% കൊടുക്കണ്ട, അത് പോയി വാങ്ങിയത് എനിക്ക് വീഡിയോ ഞാൻ കഴിയണില്ല. ഉമ്മച്ചി ഭയങ്കര എന്താ പറഞ്ഞ പെട്ടെന്ന് കഴിയില്ല. കണ്ടന്റ് സെറ്റ് ആക്കോ? കേട്ടോ? അപ്പൊ ഈ ഫിനു അല്ല അപ്പൊ സൈനാത്ത പാചകം ചെയ്യുന്നത് കാണിക്കും. ഡയലോഗെങ്കിലും പറയുന്ന കൂടെ ഏതാ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഷെയ്ക്ക ഡയലോഗ് പറയും. അല്ല സൈനാത്ത് വരുമ്പോ ഷെയ്ക്കല്ല, സൈനാത്ത് വരുമ്പോ ഞാൻ വേറെ ആളായിട്ടൊന്ന് പറഞ്ഞു. അപ്പൊ ഇന്നോട് വന്നിട്ട് ഇങ്ങനെ കംപ്ലൈന്റ്, ഇന്നോട് പൈസ എപ്പോഴും കടം വാങ്ങും, തരൂല്ല, അങ്ങനെ മുങ്ങി നടക്കുന്ന ആളാണ് സൈനാത്ത. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് സൈനാത്ത. അപ്പൊ കുക്കിംഗ് വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പൊ എന്നോട് ഈ കാര്യങ്ങൾ പറയും. അപ്പൊ ഞാൻ സൈനാത്തിനെ കൊണ്ടുപോയി ഇതെന്തെങ്കിലും എനിക്ക് കിട്ടും പറയോ? എന്താണത് ക്ലിയർ ഇല്ലല്ലോ, ഈ ലൈറ്റ് ഒക്കെ വെച്ചാൽ എങ്ങനെ ക്ലിയർ ഉണ്ടാവും? എന്നോട് പറഞ്ഞിട്ട് ക്ലിയർ ഉള്ളത് വെക്കണം എന്നുള്ളത്. നോക്കട്ടെ, പൈസ ചെലവാക്കണം. നിങ്ങള് പൈസ ചെലവാക്കേണ്ട ആവശ്യമില്ലടാ. നമ്മളെ മറ്റേ ഷോപ്പിൽ അവിടെ 50% ലൈറ്റ് കൊടുക്കണ്ടേ, അത് എടുത്താ പോരെ? അതറിയ നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കൂടെ? നിങ്ങൾക്ക് പോയി വാങ്ങിക്കൂടെ? അല്ല അപ്പൊ ഡയലോഗ് ഇപ്പൊ പറഞ്ഞ ഡയലോഗ് അല്ല, ആ ഡയലോഗ് നേരെ എനിക്ക് തരും. നിങ്ങള് പൈസ ചെലവാക്കണം. എടാ അതിനാത്രം പൈസ ഒന്നും ഇന്ത്യയിൽ ഇല്ലടാ, ഇത് അതിനാത്രം പൈസ ഒന്നും വേണ്ട സൈനാത്ത. അവിടെ പോയിക്കോ, അവിടെ 50% ഓഫിലെ സാധനം കൊടുക്കണേ, അതാവുമ്പോ നിങ്ങൾക്ക് വലിയ പൈസ ആവില്ല, നല്ല സാധനം കിട്ടും. എന്നാ വരി. അപ്പൊ നേരെ ഷോപ്പിലെത്തി. നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെ ഇന്ന ഷോപ്പിലാണ്, ഇവിടെ 50% ഓഫിലാണ് സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അതന്നെ നമ്മളിതായാലും കണ്ടന്റ് റൈറ്റ് ചെയ്തെങ്കിൽ ആള് ജീവിക്കും കേട്ടോ. എനിക്കൊരു പ്രൊമോഷൻ വന്നു, അല്ല എനിക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഫിനുവിനോട് പറയും, ഫിനു ഇന്ന സാധനം വന്ന് ഉമ്മച്ചിനെ മോട്ടറാക്കാതാ, ഉമ്മച്ചിനെ മോട്ടറാക്കി വിടുകയാണെന്ന്. ഇമ്മച്ചി മോട്ടറായിട്ട് ഇങ്ങനെ കേറി പോണുണ്ട്. ഞാൻ കേറിട്ടൊന്നുമില്ല. അല്ല ഉമ്മച്ചി ശരിക്കും അത് അറിയാം. അത് സത്യത്തില് നല്ലൊരു കാര്യമാണ് അല്ലേ? അഭിഷാമിന് അങ്ങനെ ഒരു കഴിവുണ്ടോ? അടുത്ത് മോട്ടറാക്കാൻ വിചാരിക്കട്ടോ. അല്ല അത് മോട്ടറാക്കിയതൊന്നല്ല, ഞാനും സത്യം പറഞ്ഞതാണ്. ഇത് മോട്ടറാക്കിയൊന്നല്ല, സത്യം തന്നെ. സത്യം പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയ എന്തൊരു പണിയെന്ന് അറിയാം. നാളെ ഞാൻ വിളിക്കും, ഫിനു എനിക്കൊരു കണ്ടന്റ് പറഞ്ഞുണ്ടാകും ഞാൻ പറയും. അതേപോലെ ഇപ്പൊ പറഞ്ഞില്ലേ ഫിനുവിന്റെ തലേന്റെ ബാക്കിലുള്ള അത് ഭയങ്കരമായിട്ട് എല്ലാ ഡ്രസ്സിലും നമുക്ക് കാണാം. അത് ശരിക്കും എന്താ വെള്ളം ശേഖരിച്ചു വെക്കുന്ന ഒട്ടകത്തിന്റെ മറ്റേത് ടർബൻ റോൾ ചെയ്ത ടർബൻ അറിയില്ല. ഞാൻ കരുതി മുടിയാണ്, കാരണം പുള്ളിയുടെ ഒരു സ്റ്റൈലേ അങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ കെട്ടിയിട്ട് ഒരു. ഇത് നല്ലൊരു കാര്യം പറഞ്ഞേ, ഞാൻ അതൊക്കെ മാറ്റി നോർമലി ഷോള് കേട്ടിട്ട് ചോദിച്ചു ശരിക്കത് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്ത് പേര് എന്നെ പറഞ്ഞേ, അല്ലെങ്കിൽ ഒരു കൊട്ടടക്കെ അതും കൂടി ഇട്ടല്ലേ കാണാണ്ടാവില്ല. അതോടുകൂടി എന്റെ ഞങ്ങൾക്ക് ഫേസ്ബുക്കിലാണ് കുറച്ച് പ്രായമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ കുറച്ച് തെറി കമന്റുകളൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവരും വരുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് നല്ലതും വരാറുണ്ട്. കാരണം ഞങ്ങൾ ഏത് വീഡിയോസ് ആണെങ്കിലും അച്ചടക്കം വിട്ടിട്ടുള്ള ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല. അതായത് മുടി കാണിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് വരുന്നവര് വന്നാൽ മതി, വേറെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്ന നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ലാത്ത ഒരു വീഡിയോസ് ഞങ്ങൾ ഇന്നേവരെ ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നുമില്ല അല്ലേ? ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് കുറെ ആളുകൾ മെസ്സേജ് ചെയ്യാ, ഇപ്പൊ സിനിമയിലേക്കൊക്കെ ഫിനുവിന് ഇപ്പൊ സിനിമയിലേക്കൊക്കെ ഒരു ഓഫർ വരാതെ കരുതാ പോവില്ല. പോവോ? ശരിക്കും നല്ലൊരു ചിലപ്പോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ ഇപ്പൊ പറയാൻ പോലെ എന്നൊക്കെ പറയണ്ടേ, ഇത് വന്നിട്ടില്ല. ചിലപ്പോ നല്ല ഇതാണെങ്കിൽ
ആ എന്തൊക്കെ കണ്ടീഷൻസ് ഫിനു അഭിനയിക്കണമെങ്കിൽ? അങ്ങനത്തെ കണ്ടീഷൻസ് അതിപ്പോ മറ്റേ ആനക്ക് ലിസ്റ്റ് കൊടുത്ത മാതിരി തുറപ്പുകലാലിന് കൊടുത്ത മാതിരി അങ്ങനത്തെ കണ്ടീഷൻസ് ഒന്നും അല്ല മറ്റേ റിംഗ് മാസ്റ്ററിൽ ഇതുണ്ടല്ലോ ഡയാനക്ക് ലിസ്റ്റ് സത്യം അതിന് എന്തൊക്കെയോ അതുപോലെ അതല്ല നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ ഇങ്ങനെ ഡ്രസ്സിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഒന്നും അതായത് ഡ്രസ്സ് മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുള്ള വീഡിയോസ് അല്ല ഇനിയിപ്പോ സിനിമ ആണെങ്കിലും തന്നെ നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്യുള്ളൂ. ഇങ്ങനെ അതായത് കഥാപാത്രത്തിന് വേണ്ടി ഒരു വേഷം മാറ്റി തട്ടോഴു അങ്ങനത്തെ ഒക്കെ സീൻ വന്നാൽ ചെയ്യോ? ഇല്ല അങ്ങനത്തെ പ്രയാസമായിരിക്കും. ഞാനല്ല ഓളുവിന്റെ പ്രയാസമായിരിക്കും. അതെ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനെ എന്തായാലും ചെയ്യൂല. ഇന്ന് ഇതുവരെ ഇപ്പൊ ചെയ്യൂല എന്നാണ്. നാളെ പിറ്റേന്ന് അത് ആളുകളല്ലേ മാറാം. പക്ഷെ മാറാതിരിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മാറൂല തന്നെയാണ് ഉറച്ച വിശ്വാസം. ഓക്കെ അടിപൊളി. ഇപ്പൊ ഈ ഫാമിലി കുറെ ആളുകളുണ്ടല്ലോ, ഉപ്പ ഉമ്മ എല്ലാരും ഉണ്ട്. അവരെയൊക്കെ ചേർത്തിട്ട് ഒരു എപ്പോഴെങ്കിലും അവര് പറയുമോ വീഡിയോ ചെയ്യണം? ഉപ്പൊക്കെ ഒരു വീഡിയോ അല്ല ഫാമിലി വന്ന് ഇപ്പൊ ഉമ്മയും ഇപ്പൊ പറഞ്ഞ ഉമ്മക്ക് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമാണ്, അതിൽ അഭിനയിക്കാൻ ഇഷ്ടമല്ല. അവർക്ക് ഭയങ്കര മടിയാണ്. ആഹാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ കൊള്ളിച്ചാലൊക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അഭിനയിക്കാനൊന്നും പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലെ? ഇപ്പൊ ഫസ്റ്റത്തെ ഇപ്പൊ ഒരുപാട് പറഞ്ഞേ പ്രമോഷൻസ് വരുന്നുണ്ടെന്നൊക്കെ, പക്ഷെ നമുക്ക് ഫസ്റ്റ് വന്നൊരു പ്രമോഷൻ ഉണ്ടാവില്ലേ? ഫസ്റ്റ് വന്ന അത് എപ്പോഴും ഒരു സ്പെഷ്യൽ അല്ലേ? അത് മറ്റേ അല്ല യൂത്താ മറ്റേത് അത് 2000 രൂപയൊക്കെ ചെയ്ത ഫസ്റ്റ് പ്രൊമോഷൻ. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് ഒരു ഫോട്ടോന്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ ഉള്ള ഈ ഫോട്ടോ ഇങ്ങനെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട്. അത് രണ്ടും ഒരുമിച്ച് വന്ന ശരിക്കും നിങ്ങളൊന്ന് ചിന്തിക്കണം. 2000 രൂപയല്ല നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പത്തെ എമൗണ്ട് എത്രയാന്ന് എനിക്ക് അറിയില്ല. ഇപ്പത്തെ ഞങ്ങൾക്കും അറിയില്ല. പല റേറ്റ് എന്തായാലും ഒരു എബോ 40 പറയാം ഉണ്ടാവില്ലേ? അല്ലേ കുറച്ച് നിങ്ങൾ എന്താ നോക്കണം, 2000 രൂപയിൽ തുടങ്ങി ഇപ്പൊ ലക്ഷങ്ങൾ വാങ്ങുന്ന ലക്ഷങ്ങളും കോടികളും വാങ്ങുന്ന യൂട്യൂബേഴ്സ് 10, 30, 40 അത്ര എന്തായാലും കൂട്ടാ. ചുരുങ്ങി നിങ്ങൾക്ക് ഇത്ര റീച്ച് ഉള്ളല്ലേ? എനിക്കും അറിയാലോ ഏകദേശം എത്ര റേറ്റ് എമൗണ്ട് നിങ്ങൾ വാങ്ങുന്നില്ലേ. അപ്പൊ നിങ്ങൾ ശരിക്കും അതിലെത്തിയിരിക്കുക അല്ലേ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത് നമുക്കൊരു പൈസ വരും എന്നുള്ള. അപ്പൊ ആദ്യം 2000-ന് വരുന്നത് അല്ലേ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറെ പ്രൊമോഷൻസ് കിട്ടും, ഇത്ര വലിയ എമൗണ്ട് ഒക്കെ വാങ്ങി ചെയ്യാൻ പറ്റും എന്നൊക്കെ അന്ന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിരുന്നോ? അന്ന് തന്നെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എമൗണ്ടിനൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ എമൗണ്ട് ചെയ്ത വീഡിയോ എത്രയാ? അത് എത്രയായിരുന്നു? അത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പേയ്മെന്റ് അത് പറയില്ല. ഞങ്ങൾ അത്ര ഒന്നും എത്തിയിട്ടില്ല. ഇല്ല പറയാതിട്ട അപ്പോ ഫസ്റ്റില് ആ സമയത്തൊക്കെ തന്നെ കുഴപ്പമില്ലാത്ത എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാല് അന്ന് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും അത്യാവശ്യം നല്ല മില്യൺ വ്യൂസ് ഉള്ളതാ. അതായത് നമ്മള് വാങ്ങുന്നതിനുള്ള പണിയെടുത്ത് കൊടുക്കുന്നത്. അതിപ്പോ ഇന്നിപ്പോ കണ്ടന്റ് ഇട്ടിട്ടാണ്. അന്നിപ്പോ കണ്ടന്റ് ഇല്ലാതെ ഇടുകയാണെങ്കിലും അന്ന് റീച്ച് ഉണ്ട്. കാരണം അന്ന് ഞങ്ങള് വന്ന് കുറച്ച് സമയം എനിക്ക് തോന്നുന്നു കുറവാണ് ഈ കപ്പിളായിട്ട് ചെയ്യുന്നവര്. അധികം കുറവാണ്. ശരിക്കും ഒരു കല്ലിങ്ങനെ ഇട്ട താഴെ വീഴില്ല. ബ്ലോഗേഴ്സിനെ കൊണ്ട് അടിയാണ്. ഇപ്പൊ കോഴിക്കോടാണെങ്കിലും മലപ്പുറം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് അതും ഭയങ്കര സക്സസ് ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് എടുക്കാൻ പോയത് മലപ്പുറം. അതുകൊണ്ട് എനിക്കറിയാം, വീട് വരെ എനിക്കറിയാം. മലപ്പുറം ജില്ലയിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തത്. അതായത് ഞങ്ങള് ഒരു ലാസ്റ്റത്തെ ഒരു 50 വീഡിയോസ് എടുത്താൽ ഒരു 40ഉം മലപ്പുറത്തായിരിക്കും. അതിൽ ഒരു 5ഓ 10ഓ കോഴിക്കോട് ഉണ്ടാവും. ഞങ്ങള് എല്ലാരും വിചാരിക്കുന്നത് ഞങ്ങള് മലപ്പുറം കപ്പിൾസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ എത്തിയപ്പോഴേ ഇവരിങ്ങോട്ടാ മീൻസ് ഞങ്ങളുടെ ആ ടീം വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്കാണോ പോകുന്നത്? കാരണം എത്തി എന്റെ ഏരിയയിലേക്കാണ് വരുന്നത്. നിങ്ങൾ ഇത്ര അടുത്താണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസിലൊക്കെ വന്നത് മലപ്പുറം കപ്പിൾസ് എന്നുള്ള ലേബലിലാണ് വന്നത്. പക്ഷെ ഞങ്ങള് കോഴിക്കോടാണ്. പിന്നെ മലപ്പുറം ഒരു കാലം വെച്ച് അങ്ങോട്ട് രാമനാട്ടരായല്ലോ. അപ്പൊ മലപ്പുറമായി കോഴിക്കോട് പഠിക്കല് നിൽക്കുകയാണ് ഞങ്ങൾ. ശരിക്കും നിങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് നിങ്ങൾ ലൈഫിൽ ഉണ്ടായ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ എന്ത് പറയും? പ്രത്യേകിച്ച് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അങ്ങനെ വീട്ടിലിരുന്ന് നമുക്ക് പൈസ കിട്ടുന്നില്ലേ? മീൻസ് വീട്ടിലിരുന്ന് പണിയെടുത്ത് പൈസ കിട്ടുന്നില്ലേ? നമുക്കൊരു പണിയെടുത്തിട്ട് അതേ പറഞ്ഞ വീട്ടിലിരുന്നിട്ട് പണിയെടുത്ത് പൈസ കിട്ടുന്നില്ല. വീട്ടിലല്ലേ ഞങ്ങൾ പുറത്ത് പോകുന്നുണ്ട്. എന്നിരുന്നാലും ബോസ് ഇല്ലല്ലോ. അല്ല ഞാൻ മുന്നേ ബോസ് ഇല്ല. ഇപ്പോഴെവിടെയാ? ഇപ്പോഴും അതുണ്ട്. എവിടെയാ അത്? അത് അവിടെ ടൗണിൽ തന്നെ ഉണ്ട്. പറയാനൊന്നും വയ്യ, താല്പര്യമില്ല. അല്ല ടൗണിൽ തന്നെ ഉണ്ട്.
അല്ല ഇപ്പോഴും ഉണ്ട് അത്. പക്ഷെ അന്നും ഞാൻ എന്റെ ഇഷ്ടത്തിന് പോവാ, എന്റെ ഇഷ്ടത്തിന് വരിക, അങ്ങനെയാണ്. ശരിക്കും ആലോചിച്ച് പറഞ്ഞു നോക്കും, ശരിക്കും ആലോചിക്കും. നമുക്ക് പറയാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് നമ്മൾ ഈ ഒരു ബാക്കിലേക്ക് വന്നിട്ട്. ഒരു ഡ്രീം അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ ഇതിന്ന് കിട്ടിയ പൈസ കൊണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വണ്ടി എടുത്തില്ല, കാർ എടുത്തില്ല. അതൊരു ശരിക്കും നിങ്ങൾ കാറ് വാങ്ങിയത് ശരിക്കും നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ കയ്യിലുള്ള എന്റെ പഴയ വണ്ടി കൊടുത്ത്, അപ്പൊ അതിന്റെ കുറച്ച് പൈസ ഉണ്ട്. പിന്നെ ബാക്കി ലോണാണ്, ലോണാണ്. മാസം അത് അടമടച്ചോണ്ടിരിക്കുക. ആളുകൾ വിചാരിച്ചേ ഇവര് ഭയങ്കര എത്രയോ സംഖ്യ കിട്ടിയെന്ന്. അതെ, എപ്പോഴും ലോണല്ലേ കേക്ക. ഇങ്ങനെ പറയുന്നവർ കേൾക്കുക ലോണാണ്, പ്രശ്നമാണ്, പ്രാരാബ്ദമാണ്. അതാ മുഖമൊക്കെ പറയട്ടോ. ഇതുവരെ ജാക്കി നിന്ന ആള് അത് പറയുമ്പോ എക്സ്പ്രഷനൊക്കെ അങ്ങ് മാറണ്ടേ. ഇനി ശരിക്കും നിങ്ങളുടെ വലിയൊരു ഡ്രീം എന്താ? ഇനി ഇതിലൂടെ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ഡ്രീം ഉണ്ടോ? അങ്ങനെ ഡ്രീം ഒന്നും എനിക്കില്ല. ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഇല്ല, നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ, അത്ര കിട്ടുന്ന പൈസ അടിച്ചു പൊളിക്കുക, മുന്നോട്ട് പോവുക, അതൊക്കെ തന്നെ. പിന്നെ അഭിഷാമിന് എന്താ ഇനി വേണ്ടത്? ഒരു ആഗ്രഹം എന്താ? ബേബി ഓൾറെഡി അറിയാ, അത് പഠിച്ചോ പെട്ടെന്ന് തന്നെ എത്തിച്ചേരട്ടെ. അടുത്തത് എന്താ വേറൊരു ആഗ്രഹം? ഉപ്പനോട് ഇപ്പൊ തന്നെ എടുക്കാൻ പറയടാ, ലക്ഷ്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞെന്താ പറയാ, ഇന്റെ കരിസ്മ വിറ്റിട്ട് ഓൻ വേറെ വണ്ടി ഇന്റെ വണ്ടി വെക്കാൻ വിചാരാ. ഈ മോന് ഒരു വണ്ടി വാങ്ങിക്കണം ആഗ്രഹമില്ലേ? വലിയ കുട്ടിയായ BM ആണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്? BM-ന്റെ ഫീനാ? ഓക്കെ, ബൈക്കാണോ കാറാണോ? M4 ആയിരിക്കും. കാറ് M4. അയ്യോ, ചില്ലറ ആഗ്രഹമൊന്നുമല്ല അല്ലേ? അപ്പൊ എന്താ പറയാ, എത്രയും വേഗം പഠിച്ച സാധിച്ചത് നല്ലൊരു ബേബിയൊക്കെ ഉണ്ടാവട്ടെ. ദിശാവിന്റെ കൂടെ ഒരു കുഞ്ഞു ബേബിയൊക്കെ നന്നായിട്ട് ഉണ്ടാവട്ടെ. അപ്പം എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോവാം. സന്തോഷ സഭാത്തോടു കൂടി ഇങ്ങനെ ഫാമിലിനെ എപ്പോഴും കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.